ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഹെവി വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്പിളായിട്ട് അടുക്കള വേണ്ട, ഗ്യാസ് വേണ്ട, കൂടുതൽ പാത്രങ്ങളൊന്നും വേണ്ട, ഒരു പ്ലഗ് പോയിൻറ്റും ഒരു ഇൻഡക്ഷൻ കുക്കറും വേണം. അത് വെച്ച് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ റെഡിയല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി ആവശ്യത്തിനുള്ള സാധനം മാത്രമേ ഞാൻ പറയണുള്ളൂ. കൂടുതൽ വാങ്ങിക്കല്ല്, ഇത്രയും സാധനം മാത്രം വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ വേസ്റ്റായി പോകും. അപ്പം ലൈവിൽ 2 ഒരു കോഴിക്ക് വേണ്ട സാധനങ്ങളാണ് ഇത്. എഴുതിയെടുത്തോ. ഒരു 200 ഗ്രാം തക്കാളി, ഒരു 3 തക്കാളി, 2 പൊട്ടറ്റോ, ഒരു 1/4 കിലോ ചെറിയ ഉള്ളി, 50 ഗ്രാം ഇഞ്ചി. ഇഞ്ചി വേണം, ഇഞ്ചി ഉണ്ടെങ്കിലേ വയറിനൊക്കെ നല്ല ആ ഒരു ഇത് കിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി മസ്റ്റാണ്. അപ്പോൾ 50 ഗ്രാം ഇഞ്ചി, 2 പച്ചമുളക് കൂടുതൽ ചേർക്കാത്ത എരി കുറയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു 1/2 കിലോ സവാള, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നമുക്ക് അവസാനം ഒരു 20 ഗ്രാം വെളുത്തുള്ളി. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൻ്റെ പൊടികളെ കൂടെ നോക്കാം, ഇതിന് വേണ്ട പൊടി ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ, അത് കഴിഞ്ഞ് ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി. ഇത്രയും സാധനം മാത്രം മതി. സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വേറെ ഫാൻസി ആയിട്ട് വേറെ ഒരു ഐറ്റം ആഡ് ചെയ്യണില്ല, സിമ്പിളാണ്. നമുക്കിനി ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ പിള്ളേർക്കൊന്നും ഇതൊന്ന് കട്ട് ചെയ്യാനും അരിയാനുമുള്ള ആ ഒരു സമയവും ഇല്ല, അതിനവർ മെനക്കെടയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാം, ഇതിന് 2ആയിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് ഒരു അടി അടിച്ചെടുക്കാം. ഇതിപ്പം നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ജാറാണ്. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാം, ഇതിനെ അരിഞ്ഞങ്ങോട്ട് തള്ളി കൊടുക്കുക. അപ്പോൾ നമ്മൾ വലിയ സാധനങ്ങൾ 2ആയിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് ഒരു അടി അടിച്ചെടുക്കാം. കണ്ട, അരിയണ്ട, പറക്കണ്ട, കണ്ണരിയിലോ ഒന്നും വേണ്ട, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ല, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കണ്ട, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കണ്ട. എത്ര സമയം ലാഭം. പിള്ളേരിരുന്ന് അരിഞ്ഞ് സമയങ്ങളങ്ങനെ ഈസി. അരിയൊക്കെ പറക്കൊക്കെ എല്ലാം കഴിഞ്ഞു. ഇനി കഴിവൊക്കെ എല്ലാം കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണം. ഇനി വല്ല മുഷിപ്പൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് അടിച്ച് തീർക്കാം, ഇടിക്ക് വെട്ടി കറി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ട് ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, അത് ഓരോരോ ഓപ്ഷനാണ്. വേണമെങ്കിൽ കൂട്ടി ഒഴിക്കാം, വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം. ആവശ്യത്തിനൊക്കെ എണ്ണയൊക്കെ ഉപയോഗിക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയിൽ അടിച്ച സാധനങ്ങൾ എത്ര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ നല്ലവണ്ണം ഇളക്കിയിട്ട് ഒന്ന് ചൂടാകുമ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറായി വരട്ട്. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നൈസ് കഴിഞ്ഞ് വരാം. എന്താ പറയുമ്പോ ചായയും കിട്ടി. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇത് പരുവാവുന്നേരാ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ നിർഭാഗുജയാവും. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഈ സ്പൂണിലാണ് അളവ്. ഇത് ടേബിൾ സ്പൂണാണ് ടീസ്പൂണാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് നമ്മുടെ അളവ്. ഇത് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ കൂടെ ഒരു 1.5 സ്പൂണ് ഉപ്പിടാം. എന്നിട്ട് നമുക്കിതിനെ നല്ലവണ്ണം ഇളക്കണം. എന്താ ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കളർ ഉണ്ട്, ചേഞ്ചായി വരണമല്ല. എന്താ നല്ല ഭംഗിയുണ്ട്. ആ ഉള്ളിയുടെ ആ ഇതേ മാറി നല്ല പരുവായി. ആ ഉപ്പും മഞ്ഞളും ഉള്ളിയെല്ലാം നല്ല പരുവായി. ഇനിയാണ് നമുക്കിതിനകത്ത് മസാല ചേർക്കാൻ. ഒരു 1.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലി, 1 സ്പൂണ് കംപ്ലീറ്റ് ഉള്ള ഒരു 3/4 സ്പൂണായിരുന്നാലും മതി. 1.5 സ്പൂണ് ഗരം മസാല, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്കിതിനൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതിനിങ്ങനെ നല്ല കളർ കിട്ടണം, നല്ല കളർ, നല്ല പരുവാവും. ആ മണം അടിക്കണുണ്ട്, ആ മുളക് പൊടിയുടെ പച്ചമണം അങ്ങ് മാറണം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല പരുവാവും. കണ്ട, അതിൽ നിന്നും ആ എണ്ണ ഇങ്ങനെ ഇറങ്ങി വരണം. കണ്ട, അതാണ് അതിൻ്റെ ആ ഒരു ഇത്. ഇനി നമുക്ക് വച്ച് താമസിക്കണ്ട, നമ്മളെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ പീസിൽ ഈ മസാല അങ്ങോട്ട് പിടിക്കണം. എന്താ നല്ലവണ്ണം പിടിക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മൾ ഇപ്പം ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്ന 1 കപ്പ് വെള്ളമാണ്. എന്താണെന്നറിയാം, പിന്നീട് വെള്ളം ചേർക്കുമ്പോൾ ഇതിൻ്റെ വേറെ ടേസ്റ്റാണ്.
ആദ്യം വെള്ളം ചേർത്ത് നല്ലവണ്ണം ഒരു ഇളക്കിളക്കണം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്കൊന്ന് ഇളകി കൊടുക്കണം. ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ചിക്കൻ കറി റെഡി. നമ്മളെ ചിക്കൻ കറി നല്ല സൂപ്പറായിട്ട് ഇതായിട്ടുണ്ട്. കണ്ടാ അതിൻ്റെ ഭംഗിയുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് അവസാനം കുറച്ച് കറിവേപ്പില ഇങ്ങനെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ കറക്കി ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ആവശ്യത്തിന്. കണ്ടാ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇനി നമുക്കിതിനെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിനുണ്ടല്ല, നമ്മളൊരു പ്ലേറ്റിൽ കുറച്ച് ചോറ അല്ലെങ്കിൽ കുറച്ച് കപ്പയ എടുത്തിട്ട് ഇതിനങ്ങോട്ട് കോരി ഒഴിച്ചിട്ട് സൈഡിൽ നിന്ന് ഒരു പിടി പിടിച്ച് നോക്കണം. നല്ല സൂപ്പറായിരിക്കും. നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കും. പിള്ളേർക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടും.